മലയാള സിനിമയ്ക്ക് ആവശ്യമില്ലാത്ത കുറച്ച് നടന്മാരുണ്ട്. അവരെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണിത്. അവരില്ലെങ്കിലും സിനിമകൾ ഓടും. അല്ലെങ്കിൽ അവരെ ആവശ്യമില്ല സിനിമയ്ക്ക്, മലയാള സിനിമയ്ക്ക്. അങ്ങനെ കുറച്ച് നടന്മാരാണ്. അതിലിപ്പോൾ വന്നിരിക്കുന്നത് നിവിൻ പോളിയാണ്. നിവിൻ പോളിയെ മലയാള സിനിമയ്ക്ക് ഇപ്പോൾ ആവശ്യമില്ല. നിവിൻ പോളിയുടെ പുറകെ നിർമ്മാതാക്കളോ സംവിധായകരോ കഥയെഴുത്തുകാരോ ഒന്നും നടക്കുന്നില്ല. എന്നാൽ നിവിൻ പോളി ഇത് വരുത്തി വെച്ച ഒരു കാര്യമാണ്. കുറേ പൊട്ട സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹത്തിൻ്റെ ആ വില അദ്ദേഹം തന്നെ കളഞ്ഞു. റഹ്മാന്റെ കാര്യം, റഹ്മാന് മലയാള സിനിമയ്ക്ക് ആവശ്യമുള്ളൊരു നടനല്ല. റഹ്മാന് പകരം ഒരുപാട് നടന്മാർ മലയാള സിനിമയിലുണ്ട്. റഹ്മാൻ ഇല്ലെങ്കിലും മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഒരു നടനാണ് വിനീതും. വിനീത് ഇല്ലെങ്കിലും മലയാള സിനിമയ്ക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. വിനീതിന് വിനീതിന് പകരം അഭിനയിക്കാൻ ധാരാളം നടന്മാരുണ്ട്. വിനീത് തന്നെ ആവേശം ചെയ്താൽ ശരിയാവുള്ളൂ എന്നൊന്നുമില്ല. അതുപോലെ ഒരു നടനാണ് അരുണ്. നായകനായിട്ട് വന്നെങ്കിലും ചിത്രങ്ങളൊന്നും ലഭിച്ചില്ല. ബാലതാരമായാണ് മലയാള സിനിമയിലേക്ക് വന്നത്. ഒളിമ്പ്യൻ അന്തോണിനാഥൻ എന്ന മോഹൻലാൽ ചിത്രത്തിൽ. അതുപോലെ നമ്മുടെ ഇദ്ദേഹവും അതുപോലെ ഫഹദ് മാനുവലും ഇതുപോലെ മലയാള സിനിമയ്ക്ക് ആവശ്യമില്ലാത്തൊരു താരമാണ്. കുറേ ചിത്രങ്ങളിലുണ്ട്. അതുപോലെ റോഷൻ എന്ന് പറഞ്ഞ നടനും ഇത് പ്രിയ വാര്യർ ഒരുപാട് കത്തി കയറിപ്പോയി. പക്ഷേ ഇദ്ദേഹത്തിന് അതുപോലെ ആകാൻ സാധിച്ചില്ല. പിന്നീട് ഒരു ചിത്രത്തിലും ഇദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ദൃശ്യം എന്ന സിനിമയിലെ നമ്മുടെ വില്ലനായ വരുണും ബഷീർ, ഇതിൻ്റെ പേര് റോഷൻ ബഷീർ എന്നാണ്. ഇദ്ദേഹം മലയാള സിനിമയ്ക്ക് ആവശ്യമില്ല ഒരു നടനായി മാറി. ഇതാ ഇപ്പോൾ ഒരു കാലത്ത് സൂപ്പർ സ്റ്റാർ ആയിരുന്ന ജനപ്രിയ നായകനായിരുന്ന നടനായിരുന്ന ദിലീപ് ആ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ദിലീപ് ഇല്ലെങ്കിലും മലയാള സിനിമയ്ക്ക് ഒരു ചുക്കും സംഭവിക്കുന്നില്ല. ദിലീപിന്റെ പുറകെ നിർമ്മാതാക്കളോ സംവിധായകരോ ഒന്നും ചെല്ലുന്നുമില്ല. അതുപോലെ ഉപേക്ഷിക്കപ്പെട്ട മലയാള സിനിമ ഉപേക്ഷിച്ച ഒരു നടനാണ് ശങ്കർ. ശങ്കർ ഒരു കാലത്ത് സൂപ്പർ സ്റ്റാർ ആയിരുന്നു. അതുപോലെ മനോജ് കെ ജയൻ ഇല്ലെങ്കിലും മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് റോളുകൾ മാറ്റിവെക്കുക, അദ്ദേഹം തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ എന്നൊന്നുമില്ല. പണക്കാരിയായിട്ടുള്ള നായികയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ഒരു നടനാണ് ലാലു ലക്സ്. ലാലു ലക്സിനും ഇപ്പോൾ അവസരങ്ങൾ കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ലാലു ലക്സ് ചെയ്ത വേഷങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യാൻ മുകേഷ് ഉണ്ടോ? മുകേഷ് ഇപ്പോൾ അച്ഛൻ വേഷങ്ങളാണ് ചെയ്യുന്നത്. പണക്കാരനായിട്ടുള്ള നായകൻ്റെ അച്ഛനായിട്ടൊക്കെയാണ് മുകേഷ് കൂടുതൽ അഭിനയിക്കുന്നത്. നായികയുടെ അച്ഛനാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ലാലു ലക്സിന് ഇതിൽ റോളില്ല. ഹരീഷ് കണാറിൻ്റെ അവസരങ്ങളും കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഹരീഷ് കണാറിന് ഏതാണ്ട് ഫീഡ് ഔട്ടായ അവസ്ഥയിലാണ്. ഒരേ വേഷങ്ങൾ, ഒരേപോലുള്ള കോമഡികൾ ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ വില കളഞ്ഞു. പിന്നെ ജോമോനെ പോലുള്ള പുതിയ താരങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ കോമഡികൾ ആൾക്കാർ ഇഷ്ടപ്പെടാനും രസിക്കാനും തുടങ്ങിയപ്പോൾ നമ്മുടെ ഹരീഷ് കണാറിനും അതുപോലെ ധർമ്മജൻ ബോൾഗാട്ടിയൊക്കെ ഫീൽഡ് ഔട്ടായി. ഇവർക്കൊന്നും സിനിമകൾ ഇല്ലാതായി. ധർമ്മജൻ ബോൾഗാട്ടി ഫീൽഡ് ഔട്ടാൻ വേറെ ചില കാരണങ്ങളും കൊണ്ട് ഭയങ്കരമായ മദ്യപാനവും പിന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതൊക്കെ കൊണ്ട് അദ്ദേഹത്തിന് സിനിമകൾ കുറഞ്ഞു. ബാബു ആന്റണിയുടെ കാര്യം ഇതുപോലൊക്കെ തന്നെയാണ്. ബാബു ആന്റണി ഒരു സമയത്ത് പുറത്തായിരുന്നു. പടങ്ങൾ അഭിനയിക്കാതെ കുറേ വർഷങ്ങൾ നിന്നു. അദ്ദേഹം ഇല്ലെങ്കിലും മലയാള സിനിമയ്ക്ക് ഒന്നുമില്ല. ഇദ്ദേഹത്തിന് പകരം വേറെ ആളെ വെക്കാൻ പറ്റും. ഇദ്ദേഹം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരു സിനിമയ്ക്ക്. പിന്നെയുള്ളത് സുധീഷാണ്. സുധീഷിന് പകരം ആരെ വേണമെങ്കിലും വെക്കാം. സുധീഷ് തന്നെ അവേഷം ചെയ്യണമെന്ന് ഒരു സംവിധായകൻ, ഒരു നിർമ്മാതാവ് വാശി പിടിക്കില്ല. അങ്ങനെയുള്ള വേഷങ്ങൾ ചില നടന്മാർക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. തിലകൻ വന്നില്ലെങ്കിൽ നെടുമുടിയാണ് തന്നെ ചെയ്യണം, ഇന്നസെന്റ് തന്നെ അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. റാഞ്ചി റാവ് സ്പീക്കിംഗ് എന്ന സിനിമയിൽ ഇന്നസെന്റ് ചെയ്ത കഥാപാത്രം ഇന്നസെന്റ് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് മാറ്റിവെച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ ആദ്യം മാളയായിരുന്നു തീരുമാനിച്ചിരുന്നത്. മാളയെ മാറ്റിയിട്ടാണ് ഇന്നസെന്റിനെ കൊണ്ടുപോകുന്നത്. ഇടവേള ബാബു മലയാള സിനിമയ്ക്ക് ആവശ്യമുള്ളൊരു നടനല്ല. ഇദ്ദേഹം ഇല്ലെങ്കിലും മലയാള സിനിമ ഓടും. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റ.